الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഷ്ടനഷ്ടങ്ങളെ ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ നഷ്ടം എന്താണ്? നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ വരുമാന മാർഗം അത് നിലച്ചുപോകലാണോ? മാരകമായ രോഗം അത് നമ്മെ ബാധിക്കലാണോ? നാം ജീവിക്കുന്ന മണ്ണിൽ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടലാണോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ നഷ്ടം എന്താണ്? വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ നഷ്ടമായി പരിചയപ്പെടുത്തിയത് നമുക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും പരലോകത്ത് നഷ്ടപ്പെടലാണ്. ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. നബിയെ പറയുക, തീർച്ചയായിട്ടും ഖാസിരീങ്ങൾ എന്ന് പറയുന്നവർ, നഷ്ടക്കാരെന്ന് പറയുന്നവർ, അല്ലദീന ഖസിറൂ അൻഫുസഹും, അവർക്ക് അവരെ നഷ്ടപ്പെട്ടിരിക്കുന്നു പരലോകത്ത്, വഅഹ്ലീഹിം, അവരുടെ കുടുംബത്തെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും പരലോകത്ത് നഷ്ടപ്പെടുത്തുന്നവനേക്കാൾ വലിയ നഷ്ടം വേറെയില്ല. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാകുന്നു വ്യക്തമായ നഷ്ടമെന്നാണ് പറയുന്നത്. ഇവിടെ നാം ഒരുമിച്ച് കുടുംബമായി, മക്കളായി, ഇണകളായി ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ, സന്താപങ്ങളിൽ ക്ഷമ അവലംബിച്ച് സമാധാനത്തോടെ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ പരലോകത്ത് തഫാറഖൂ ഫലാ ഇൽതിഖാ ലഹും അബദാ, ഈ ഉമ്മയും ഉപ്പയും മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും ബന്ധുമിത്രാദികളും അവർ സ്പ്ലിറ്റ് ചെയ്യപ്പെടും, അവർ വേർതിരിക്കപ്പെടും, അകറ്റപ്പെടും.
ഫലാ ഇൽതിഖാഅ ലഹും അബദ, ഒരിക്കലും അവർ തമ്മിൽ കണ്ടുമുട്ടുകയില്ല. സവാഅൻ ദഹബ അഹ്ലൂഹും ഇലൽ ജന്ന വഖദ് ദഹബൂഹും ഇലൻ നാർ ഔ അന്നൽ ജമീഅ അസ്കിനുൻ നാർ വലാകിൻ ലാ ഇസ്തിമാഅ ലഹും വലാ സുറൂറ. ഇനി എല്ലാവരും നരകത്തിലാണെങ്കിൽ പോലും അവർ പരസ്പരം കണ്ടുമുട്ടുകയോ സഹായിക്കുകയോ ആശ്വാസം പകരുകയോ ചെയ്യാത്ത വിധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയക്കണം. ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. ഒരു രക്ഷിതാവിനും മക്കൾ ഉപകാരപ്പെടാത്ത, ഒരു മക്കൾക്കും രക്ഷിതാക്കൾ ഉപകാരപ്പെടാത്ത ഒരു പരലോകമുണ്ട് എന്നാണ്. പരലോകത്തെ ഏറ്റവും വലിയ നഷ്ടം അത് നമ്മളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. നാം എത്ര വലിയ തറവാടിയായാലും, എത്ര വലിയ അറിയപ്പെടുന്ന കുടുംബമുള്ള ആളായാലും, എന്തെല്ലാം യോഗ്യതയുണ്ടെങ്കിലും ശരി, ഖുർആൻ 3 ചരിത്രം പറയുന്നുണ്ട്. ഒന്ന് നൂഹ് നബിയുടേതാണ്. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ വനാദാ നൂഹ് ഇബ്നഹു വകാന ഫീ മഅ്സിലിൻ യാ ബുനയ്യ ഇർകബ് മഅനാ. അതിശക്തമായ കാറ്റും കോളും മഴയും ഉറവയും വന്ന് നൂഹ് നബിയുടെ ജനത മുക്കി നശിപ്പിക്കപ്പെടുമ്പോൾ, വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ, ആളുകൾ മലകളിലേക്ക് കയറിച്ചെന്ന് അവിടെ അഭയം പ്രാപിക്കുമ്പോൾ, വലിയ മലകൾ പോലും വെള്ളത്തിനടിയിലാകും വിധത്തിൽ പടച്ചറബിന്റെ പരീക്ഷണം, ശിക്ഷ ബാധിക്കുന്ന ഘട്ടത്തിൽ നൂഹ് നബി മകനെ വിളിക്കുകയാണ്, മകനെ ഇർകബ് മഅനാ, ഈ വാഹനത്തിൽ ഞങ്ങളോടൊപ്പം കയറൂ എന്ന് പറയുന്ന ഒരു കുടുംബനാഥന്റെയും ഒരു മകന്റെയും കഥ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിനോട് അദ്ദേഹം വിളിച്ചു പറയുന്നു, പടച്ചോനെ, എന്റെ മകനല്ലേ അത്, എന്റെ കുടുംബമല്ലേ അത് എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയുന്നത്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ സാലിഹല്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ നീ എന്നോട് ചോദിക്കാൻ വരരുത് എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഒരു മകനും ഒരു പിതാവും തമ്മിൽ വേർപ്പെടുത്തപ്പെടുകയാണ്. ദറബല്ലാഹു മഥലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. 2 ദമ്പതികളുടെ കഥ, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും കഥ. എന്തേ അവർക്ക് പറ്റിയത്? കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ വഖീല ദഖുലൻ നാറ മഅദ് ദാഖിലീൻ. 2 മഹാപ്രവാചകന്മാരുടെ കിടപ്പറ പങ്കിടാൻ ഭാഗ്യം ലഭിച്ച അവരുടെ ഇണകളോട് പടച്ചറബ് പറയും, എന്ത്? നിങ്ങൾ നരകത്തിൽ നിന്നിരായിക്കൊണ്ട് പ്രവേശിച്ചു കൊള്ളുക. 2ാമത്തെ ചരിത്രം ഇബ്രാഹിം നബിയുടെയും ഉപ്പയുടെയും ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോൾ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറയും, യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സീനി യൗമ യുബഅസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ നിന്ദിക്കില്ലെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ പടച്ചറബേ, എന്റെ പിതാവിനെ നരകത്തിൽ എറിയുന്നതിനേക്കാൾ വലിയ നിന്ദത എന്താണ് ഉള്ളത് റബ്ബേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയും, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. സത്യനിഷേധികൾക്ക്, തൗഹീദ് സ്വീകരിക്കാത്തവർക്ക്, വിശ്വാസം ശരിപ്പെടുത്താത്തവർക്ക് സ്വർഗം ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു ഇബ്രാഹിം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ കാൽക്കീയിലേക്ക് ഒരു ജന്തുവിനെ, ചോരയിൽ പിടക്കുന്ന ജന്തുവിനെ ഇട്ടുകൊടുത്ത് ശ്രദ്ധ തെറ്റിച്ച് ഇബ്രാഹിം നബിയുടെ പിതാവ് ആസറിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന കഥയാണ്. അപ്പുറത്ത് നൂഹ് നബിയുടെ മകനെ നരകത്തിലേക്ക് എറിയുമ്പോൾ ഇപ്പുറത്ത് ഇബ്രാഹിം നബിയുടെ പിതാവിനെയാണ് നരകത്തിൽ എറിയുന്നത്. 3ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മാതാവിന്റെ പിതാവിന്റെ ഖബർ സന്ദർശിക്കാൻ പോയ, മാതാവിന്റെ ഖബർ സന്ദർശിക്കാൻ പോയ ഘട്ടമാണ്. ഖബറിങ്കൽ ചെന്ന റസൂലുള്ളാഹി കരയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ കരയുകയാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ റബ്ബിനോട് ഞാൻ എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു. അല്ലാഹു എനിക്ക് അനുവാദം നൽകി. എന്റെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു എനിക്ക് വിലക്കി. കാരണം അവർ പാരമ്പര്യ വിശ്വാസം പുലുകി ജീവിച്ച് മരിച്ചുപോയവരാണ്. അതുകൊണ്ട് തന്നെ ശരിയായ തൗഹീദിന്റെ ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു വരാതെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ നമുക്ക് പെർമിഷൻ ഇല്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തോതിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളൊരു വീട്ടിലാണെന്നതോ, ഒരു ഉപ്പയുടെ ഒരു ഉമ്മയുടെ മക്കളാണ് എന്നതോ, നമ്മൾ നാട്ടിലറിയപ്പെടുന്ന തറവാടിലുള്ളവരാണ് എന്നതോ ഒന്നും വിഷയമല്ല. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ. ഈമാനിൽ എല്ലാവരും ഒരുമിച്ച് ചേരണം. കുടുംബത്തിൽ അന്ധവിശ്വാസവും അനാചാരവും ശിർക്കും ഖുറാഫാത്തും നടമാടാൻ പാടില്ല. അല്ലാഹുവിനെ മനസ്സിലാക്കി ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടവരായിരിക്കണം. തൗഹീദിന്റെ 1ാമത്തെ പാർട്ട് ഇൽമാണ്.
ശരിയായ വിശ്വാസം പഠിക്കലാണ്. രണ്ടാമത്തത് അത് ഇബാദത്ത് ചെയ്യലാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ തൗഹീദ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. അതുകൊണ്ട് അമൽ ചെയ്യലാണ് തൗഹീദിന്റെ രണ്ടാമത്തെ പാർട്ട്. നമ്മുടെ ഉള്ളകത്തിലുള്ള വിശ്വാസം അത് വിശുദ്ധമായിരിക്കണം. തൗഹീദിന് ഘടകവിരുദ്ധമായ ശിർക്ക് കലരാത്തതായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ശിർക്കില്ലാത്ത ഇബാദത്തുകളായിരിക്കണം. അതിൽ ശിർക്ക് കലർന്നുകൂടിയാൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഭൂരിഭാഗം ആളുകളും പടച്ച റബ്ബിനെ ആരാധിക്കുന്നത് ശിർക്ക് വെച്ചുകൊണ്ടാണ്. അല്ലാഹുവിൽ ശിർക്ക് സംഭവിക്കാതെ ആരെങ്കിലും വിശ്വസിച്ചാലാണ് അവർക്ക് ഉലൈക ലഹുമുൽ അംന്, നിർഭയത്വവും ഹിദായത്തുമുള്ളതെന്ന് ഖുർആൻ പറയാണ്. അവർ ആ മാതാപിതാക്കളോടൊപ്പം, ആ മക്കളോടൊപ്പം, ആ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരമുണ്ടാകുന്നു. ചില ആൾക്കാർ പറയും ഈ കുടുംബം തന്നെയാണ് സ്വർഗത്തിലെങ്കിൽ വേണ്ട, അവിടെ ചെന്നിട്ടെങ്കിൽ ഒരു നല്ല കുടുംബം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തെ, സ്വർഗത്തിൽ പോയാൽ ഈ സ്വഭാവമല്ല അവിടെയുള്ള ആൾക്കാർ. മക്കൾക്ക് ഈ സ്വഭാവമല്ല, ഭാര്യയ്ക്ക് ഈ സ്വഭാവമല്ല, നമുക്ക് ഈ സ്വഭാവമല്ല. ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മുടെ എല്ലാ ലെവലിലും നമ്മൾ വേറെ ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഈ കുടുംബത്തെയാണ് അവിടെ എനിക്ക് കിട്ടുന്നത് എന്ന് ആലോചിച്ചാലും വിഷമിക്കേണ്ട. ഈ കുടുംബത്തെ തന്നെ കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും. കാരണം അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചേരിലും രൂപത്തിലും കോലത്തിലൊക്കെ ആകെ മാറും. പിന്നെ അവർ സ്വർഗ്ഗക്കാരാണ്. അവരുടെ മനസ്സിൽ നിന്ന് എല്ലാ വെറുക്കപ്പെട്ടതും, എല്ലാ ദുസ്വഭാവങ്ങളും, എല്ലാ പകയും വിദ്വേഷവും, അവരിലൂടെ നമുക്ക് എന്തെല്ലാം വെറുപ്പും പ്രയാസവും ഉണ്ടായിട്ടുണ്ടോ, അവരുടെ ശരീരത്തിൽ നമുക്ക് അസംതൃപ്തിയുണ്ടോ, അവരുടെ സ്വഭാവത്തിൽ നമുക്ക് അസംതൃപ്തിയുണ്ടോ, അവരുടെ പിന്നെ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് അസംതൃപ്തിയുണ്ടോ, ആ അസംതൃപ്തി എല്ലാം പടച്ചോ നീക്കിയിട്ടാണ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ. അതുകൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ ഈമാനിൽ നമ്മൾ യോജിക്കണം. അങ്ങനെ ഈമാനിൽ യോജിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഅ കുല്ലു ഇംറിഇൻ ബിമാ കസബത് റഹീന. ഖുർആൻ പറയണം, യാതൊരു അംശം പോലും നമ്മളോട് പടച്ച റബ്ബ് അനീതി കാണിക്കാത്ത വിധം നമ്മൾ എന്ത് വിശ്വസിച്ചു, നമ്മൾ എന്ത് പ്രവർത്തിച്ചു, അതിനുള്ള പ്രതിഫലം അല്ലാഹു സ്വർഗ്ഗത്തിൽ നമുക്ക് നൽകുകയും നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഇണകളെ നമ്മിലേക്ക് ചേർക്കുകയും ചെയ്യും. വീട് ആളിക്കത്തുമ്പോൾ അതിൽ നിന്ന് ആദ്യം ഓടി രക്ഷപ്പെട്ട് പുറത്ത് സേഫായി കയ്യും കെട്ടി നിൽക്കുന്ന ഒരു പിതാവിന്റെ മനോഗതം എന്തായിരിക്കും? അതിൽ തന്റെ മക്കളുണ്ട്, തന്റെ ഇണകളുണ്ട്, അവർ വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടാതെ, ആകുലപ്പെടാതെ, ദുഃഖം കാണിക്കാതെ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് ആളെ വിലയിരുത്തുക? ബസ് നേരെ ചെന്ന് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് തീ പടർന്നപ്പോ ഒരു യുവാവ് അതിൽ നിന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി. അപ്പോഴാണ് അയാൾ കാണുന്നത് തീ പടരുന്ന ബസ്സിനകത്ത് എന്റെ ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന്. അയാൾ വീണ്ടും അതിലേക്ക് ഓടിക്കയറി തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും പുറത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് വിൻഡോയിലൂടെ കൈമാറി. പക്ഷേ അയാൾക്ക് തിരിച്ചിറങ്ങാൻ പറ്റിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് പൂക്കിപ്പറമ്പ് നടന്നൊരു ദുരന്തത്തിലുണ്ടായ ദാരുണമായൊരു അനുഭവമാണത്. രക്ഷപ്പെട്ടു പോന്ന ഒരാൾ തന്റെ കുടുംബത്തോട്, തന്റെ മക്കളോടുള്ള അടങ്ങാത്ത സ്നേഹം, അതിനയാൾ സമർപ്പിച്ചത് തന്റെ ജീവനാണ്. മാൻഹോളിൽ ജോലിക്കിറങ്ങിയ 2 പണിക്കാർ അവർ ശ്വാസതടസ്സം നേരിട്ടപ്പോൾ തൊട്ടപ്പുറത്തെ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വന്ന നൌഷാദ് എന്ന പേരുള്ള ഒരാള് ഒന്നും നോക്കാതെ അതിലേക്ക് ഇറങ്ങി 2 പേരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി. അദ്ദേഹത്തിന് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹമാണെങ്കിൽ സുഹൃത്തുക്കളെ, ഈ മക്കളെ നരകത്തിൽ നിന്ന്, നമ്മുടെ ഇണകളെ നരകത്തിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നാം അടിത്തറയിലാണ് പടിയെടുക്കേണ്ടത്. ആ അടിത്തറ നമ്മുടെ ഈമാനാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഈമാനിൽ ഒരംശം പോലും ശിർക്ക് കലരാൻ പാടില്ല. അവർക്ക് മഹാന്മാരല്ലേ, അവർക്കും വലിയ കഴിവില്ലേ? അവരോടും ചോദിച്ചാൽ അവർ പടച്ചവനോട് പറയില്ലേ? അവർക്കൊക്കെ ബർക്കത്തില്ലേ, കറാമത്തില്ലേ? പ്രവാചകന്മാർക്കൊക്കെ മുഅ്ജിസത്തില്ലേ? അവർക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ ശ്രദ്ധിച്ച് കാണിച്ചിവിടെ ജീവിച്ചു പോയവരാണെന്ന് പല പാട്ടിലും ഗദ്യങ്ങളിലുമൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനുള്ള അവകാശം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് പടച്ചവൻ മാത്രം പോരാ, മഹാന്മാരും വേണം. തകിടും മേലസും നൂലുകളും വേണം. പലതരത്തിലുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ട് വേണം നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനും നിർവഹിക്കപ്പെടാനുമൊക്കെ എന്നൊരു വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ എല്ലാം കാണുന്നുണ്ട്. മരിച്ചു മൺമറഞ്ഞുപോയ മഹാന്മാർ, അവരെല്ലാം നമ്മെക്കുറിച്ച് അറിയുന്നുണ്ട്. അവർ നമ്മൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അവർ വരും. ആകാശത്ത് നിന്ന് വിളിച്ചാൽ വരും, വെള്ളത്തിൽ നിന്ന് വിളിച്ചാൽ വരും, കരയിൽ നിന്ന് വിളിച്ചാൽ വരും, വിജനതയിൽ നിന്ന് വിളിച്ചാൽ വരും. അവർക്കൊക്കെ നമ്മെ സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതാണ് ശിർക്ക് കലർന്ന വിശ്വാസം. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. ഈമാനിൽ ഒരിക്കലും ദുൽമ കലരാൻ പാടില്ല സഹോദരന്മാരെ.
ഉപകാരം നൽകാനും ഉപദ്രവം തടയാനും പടച്ച റബ്ബിനല്ലാതെ കഴിയില്ലെന്ന്. ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അവർക്ക് നിങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു ഉപദ്രവം തടുക്കാനോ തടയാനോ ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾക്ക് ഉപകാരം കൊണ്ടുവന്ന് തരാനോ നിങ്ങളെ ഉപദ്രവം തടുക്കാനോ അവർക്കാർക്കും സാധ്യമല്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകതയായിട്ട് പറഞ്ഞതാണ്, ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിങ്ങൾക്ക് വല്ല ഉപദ്രവവും ബാധിച്ചാൽ അതിനെ നീക്കിത്തരാൻ പടച്ചവനല്ലാതെ ഒരാളുമില്ല. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. മാഷാ അല്ലാഹു ഖാൻ വമൻ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ സംഭവിക്കും, അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ സംഭവിക്കില്ല. അതുകൊണ്ട് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ ഇൻശാ അല്ലാഹ്. അടുത്ത ഭാവിയിൽ ഞാൻ ഒരു കാര്യം ചെയ്യുമെന്ന് നീ ഉറപ്പിച്ചു പറയരുത്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ. പടച്ച റബ്ബിന്റെ മശീഅത്തില്ലാതെ, പടച്ച റബ്ബിന്റെ ഉദ്ദേശമില്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ലെങ്കിൽ സഹോദരന്മാരെ, ആ പടച്ച റബ്ബിനെ കൃത്യമായി ആരാധിക്കുന്നിടത്ത് അബദ്ധം സംഭവിക്കാൻ പാടില്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴാണ് ആളുകൾ പടച്ചോനക്ക് വിട്ടുപോവുക. എല്ലാ ഹോസ്പിറ്റലിലും പോയി രോഗം മാറുന്നില്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക, നിങ്ങളെ വിശ്വാസപരമായിട്ട് ചെയ്തോളൂ എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഓരോരുത്തരുടെയും വിശ്വാസപ്രകാരം ഓരോരുത്തരും ഓരോ ഇടങ്ങളിലേക്ക്, ജാറങ്ങളിലേക്ക്, മക്കബറുകളിലേക്ക്, പല കേന്ദ്രങ്ങളിലേക്ക്, പല മഹാന്മാടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. എന്നാൽ മക്ക മുശ്രിക്കുകൾ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അള്ളാനെ വിളിച്ചത് കാറ്റും കോളിലും പെട്ടവരുടെ കപ്പൽ മറിഞ്ഞു വീഴാറായി എന്ന് തോന്നുമ്പോൾ കരയിൽ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും അവരെല്ലാം മഹാന്മാരും പടച്ചറബിന്റെ സാമീപ്യം സിദ്ധിച്ചവരുമാണെന്നും അവരിലൂടെ നമുക്ക് പടച്ചറബിന്റെ സ്വർഗം നേടാൻ പറ്റുമെന്നും അവർ നമുക്ക് ശുപാർശകരായി വരുമെന്നും അവർ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്നും നമ്മുടെ പ്രപിതാക്കൾ കാണിച്ചു തന്ന മാർഗം ഇതാണെന്നും ഒക്കെ വാദിച്ചുകൊണ്ട് കരയിൽ ലാത്തയും ഉസ്സയെയും ആരാധിച്ച ആളുകൾ കടലിൽ കാറ്റിലും കോളിലും പെടുമ്പോൾ അവർ പറഞ്ഞ വാചകം ആരാധന പടച്ചറബിന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിച്ചോളൂ, വേറെ രക്ഷയില്ല എന്ന് മക്ക മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം നാമധാരികളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ വിളിക്കുന്നത് പടച്ചറബിനെയല്ല. ആന ചവിട്ടാൻ വരുന്ന കാറിൽ അകത്തുള്ള മലയാളികൾ വിളിക്കുന്നത് ബദരീങ്ങളെ എന്നാണ്. ആരാണ് ഈ ബദരീങ്ങൾ? ബദറിന്റെ പോർക്കളത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ആളുകളാണ്. തന്റെ ശത്രുവിന്റെ വെട്ടിനെപ്പോലും തങ്ങളുടെ മാസ്മരിക ശക്തി കൊണ്ട് തടുക്കാൻ കഴിയാതെ പോയവര്, പച്ചയായ മനുഷ്യന്മാരായി ജീവിച്ചു മരിച്ചുപോയ ആൾക്കാർ അല്ലെ. ബദർ കഴിഞ്ഞിട്ട് ഉഹുദുണ്ടായി. 110 ഹിജ്റ 110 വരെ സ്വഹാബത്ത് കഴിച്ചുകൂട്ടി അല്ലെ. ഹിജ്റ 2-ാം വർഷമുണ്ടായ യുദ്ധം കഴിഞ്ഞിട്ട് 108 കൊല്ലം സ്വഹാബത്തിലൂടെ ജീവിച്ചിട്ട് അവരിൽ ഒരു സ്വഹാബി പോലും ഈ ബദരീങ്ങളെ വിളിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിം നാമധാരികൾ വിളിക്കുന്നത് ആരെയാണ്? അല്ലാഹു അല്ലാത്ത ആളുകളെയാണ്. ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് വാദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പദ്യവും ഗദ്യവുമൊക്കെ പാട്ടും പാടി പ്രസംഗിച്ച് അവരുടെ മഹത്വം പറയുമ്പോൾ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വല്ല കഴിവും കൊടുത്തിരുന്നെങ്കിൽ അല്ലാഹ് പറയുമായിരുന്നില്ല ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീല എന്ന് അല്ലാഹ് പറയില്ല. അവർക്കാർക്കും നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ കഴിയില്ലെന്ന് പടച്ചറബ് ആണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരാൾക്കും കഴിയില്ല. ഈവൻ പ്രവാചകന്മാർക്ക് കഴിയില്ല, മഹാന്മാർക്ക് കഴിയില്ല, മനുഷ്യ ദൈവങ്ങൾക്ക് കഴിയില്ല, ആർക്കും കഴിയില്ല. അത് സ്ഥാപിക്കാൻ വന്ന പ്രവാചകന്മാർ അത് കൃത്യമായി സ്ഥാപിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ആ വിശ്വാസത്തിൽ ഇന്ന് ആർക്കും എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് വന്ന് ഭവിച്ചിട്ടുണ്ട്. 10-12 കൊല്ലം മദ്രസയിൽ പഠിച്ചിട്ടും കുട്ടികൾക്ക് പടച്ചറബ് ആരാണെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പസ് ലൈഫിൽ തനിക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഇതര മതസ്ഥനോടൊപ്പം ഇറങ്ങിപ്പോകാനും മതം തന്നെ ഉപേക്ഷിച്ചു പോകാനും ഒരു മടിയുമില്ല. കാരണം 10-12 കൊല്ലം മദ്രസയിൽ നിന്ന് പഠിച്ചത് പടച്ചറബിനെ കുറിച്ചല്ല, പടച്ചറബിന്റെ അസ്മാഇനെ കുറിച്ച്, സിഫാത്തിനെ കുറിച്ച്, അഫ്ആലിനെ കുറിച്ച്, അവന്റെ ആദമത്തിനെ കുറിച്ച്, അവന്റെ ഖുവ്വത്തിനെ കുറിച്ച്, അവന്റെ ഖുദ്റത്തിനെ കുറിച്ച്, അവന്റെ റഹ്മത്തിനെ കുറിച്ച് ഇതൊന്നും അല്ല പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ് നബിക്കോ സഹാബത്തിനോ താബീങ്ങൾക്കോ തബൂ താബീങ്ങൾക്കോ ഈവൻ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ പോലും പരിചയമില്ലാത്ത കുറെ വാറോലകളും കുറെ ചപ്പ് ചവറുകളുമാണ് പലപ്പോഴും പഠിപ്പിക്കപ്പെടുന്നത് അല്ലെ. വെള്ളിയാഴ്ച രാവിലെ ലൈറ്റ് ഓഫ് ചെയ്ത് യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് 1000 തവണ വിളിച്ചാൽ ഏത് പ്രയാസവും നീക്കിത്തരാൻ അദ്ദേഹം വരുമെന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഏതെങ്കിലും മതക്കാരല്ല, മുസ്ലിം നാമധാരികളാണ്. പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ മാത്രമേ വിളിക്കാവൂ എന്നും പടച്ചറബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അല്ലാഹയല്ലാത്ത ഒരാളും ഒരു ഈത്തപ്പഴത്തിനകത്തുള്ള ഒരു പാട പോലും ഉടമപ്പെടുത്തുന്നില്ല എന്നും പറയുമ്പോൾ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ കഴിവ് അല്ലാഹ് ഒരാൾക്കും കൊടുക്കുന്നില്ല എന്നും കൊടുത്തിട്ടില്ല എന്നും
പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു, ഉടമപ്പെടുത്തുന്നു, നിയന്ത്രിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നു, അതിന് ഉത്തരം നൽകുന്നു, സകല സംഗതികളും നമുക്ക് വേണ്ടി സംവിധാനിക്കുന്നു, നമുക്ക് റിസ്ക് നൽകുന്നു, നമ്മുടെ രോഗം മാറ്റുന്നു, നമ്മുടെ പാപം പൊറുക്കുന്നു, നമ്മെ സഹായിക്കുന്നു, നമുക്ക് താങ്ങേകുന്നു എന്ന വിശ്വാസത്തിൽ യാതൊരുവിധ അപജയവും നമുക്ക് സംഭവിക്കാൻ പാടില്ല. അന്ധവിശ്വാസം പൂർണ്ണമായും തുടച്ചു നീക്കിയ ഒരു കുടുംബാന്തരീക്ഷത്തെ, ഒരു വ്യക്തി ജീവിതത്തെ നാം കെട്ടിപ്പടുത്തില്ലെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുമെന്ന കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ജോലി തരണം ഞങ്ങൾക്ക്, ആരോഗ്യം തരണം ഞങ്ങൾക്ക്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരണം ഞങ്ങൾക്ക് എന്ന് ഈ ഖബറിൽ മറവിട്ട് കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുകയില്ല, ഉത്തരം തരാനും കഴിയില്ല. ഇനി പരലോകത്ത് ഇയാൾ അത് ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കുകയുമില്ല. ഈസാ നബി ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ വിമർശിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മഹാപ്രവാചകനായ ഈസാ നബിയെ ആരാധിക്കരുത്, വിളിച്ചു പ്രാർത്ഥിക്കരുത്, അദ്ദേഹത്തോട് പടച്ചറബിനോട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നിട്ട് ഇന്ന് മുസ്ലിമീങ്ങൾ പറയുന്നത് അവരെക്കാൾ എത്രയോ താഴേക്കടയിലുള്ള മരിച്ചുപോയ നമ്മളെപ്പോലെ ഒരുപാട് ബലഹീനതയുള്ള, ഷുഗർ ബാധിച്ച് കിഡ്നി രണ്ടും മടിച്ചുപോയ, ജീവിതകാലം ഒരിക്കലും മക്കളില്ലാതെ മരിച്ചുപോയ ആളോടാണ് മക്കളെ തരണമെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി, ജീവിക്കണ കാലത്ത് മൂപ്പർക്കൊരു കുട്ടി ഉണ്ടായില്ല, ജീവിക്കണ കാലത്ത് മൂപ്പർക്ക് രോഗം മാറ്റാൻ പറ്റിയിട്ടില്ല, ബുദ്ധി മറിഞ്ഞ് മാനസിക രോഗം ബാധിച്ച് ഉടുതുണി പോലും അഴിച്ചിട്ട് പബ്ലിക്കിലൂടെ നടന്ന ഭ്രാന്തന്മാരാണ് മരിക്കുമ്പോൾ പിന്നീട് വലിയ ഔലിയ പട്ടം ചമച്ചിട്ട് അവർക്കൊക്കെ വലിയ സിദ്ധിയുണ്ടെന്ന് പറഞ്ഞ് വലിയ വലിയ ഗ്രാൻഡ് മുഫ്തിമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചിട്ട് അവിടെ വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യന്മാരെ പടച്ചറബിനെ വിളിച്ച് തേടേണ്ട, ഏത് ഘട്ടത്തിലും പടച്ചറബിന്റെ മുമ്പിൽ കണ്ണ് നിറച്ച് കൈകൾ ഉയർത്തേണ്ട മനുഷ്യനെ കൊണ്ട് പടപ്പുകളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് വിവേകമുണ്ട്, പക്വതയുണ്ട്, പാകതയുണ്ട്. അല്ലെ, പറ്റിക്കപ്പെടുന്ന നല്ലോണം അറിയാം. നമുക്ക് ഒരു 50 റുപ്യന്റെ സാധനം 100 റുപ്യക്ക് വിൽക്കാൻ വെച്ചാലേ നമ്മൾ ചോദിക്കും ഇതെന്ത് പറ്റിക്കലാണെന്ന്. അല്ലെ, അതിനുള്ള കോമൺ സെൻസ് ഉള്ള നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ പറ്റിക്കപ്പെടാതെ എന്താ ശരിക്കും ഇസ്ലാമിന്റെ പ്രത്യേകത എന്നും എന്താണ് അള്ളാഹു എന്നും എന്താണ് അള്ളാഹുവിന്റെ കുദറത്തെന്നും ആ കുദറത്തൊന്നും അള്ളാഹ് ഒരാൾക്കും കൊടുത്തിട്ടില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒന്നിലും ഒരു സാമ്യതയും ഒരാൾക്കും ഇല്ലാന്ന. അള്ളാന്റെ ദാത്ത്, അവന്റെ രൂപം, അതിലൊരാൾക്കും സാദൃശ്യമില്ല. അള്ളാന്റെ വിശേഷണങ്ങൾ, ആ വിശേഷണം ഒരാൾക്കുമില്ല. അള്ളാന്റെ പ്രവൃത്തി അതൊരാൾക്കുമില്ല. അള്ളാഹുവിന്റെ നാമഗുണങ്ങൾ അതൊരാൾക്കുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ ഒരർത്ഥത്തിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അവകാശപ്പെട്ട ഒരു കാര്യത്തിലും ഒരു പങ്കുകാരുമില്ല എന്ന ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഷിർക്ക് അതിന്ന് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ പാരമ്പര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ വിവരക്കേട് കാരണത്താലോ അല്ലെങ്കിൽ ഞാൻ അതിൽ തന്നെ പിടിച്ചു തൂങ്ങും, ഞാൻ എന്ത് സംഭവിച്ചാലും അത് വിടൂല എന്ന വാശിയോ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഇവരൊക്കെ വേണം എന്ന വാദമോ ഒന്ന് ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വരാൻ പാടില്ല. അത് നമ്മെ നമ്മുടെ മക്കൾക്കിടയിലും നമ്മുടെ ഭാര്യമാർക്കിടയിലും നമ്മുടെ കുടുംബത്തിനിടയിലും ഭിന്നതയുണ്ടാക്കി പരലോകത്ത് എല്ലാവരും വെവ്വേറെ ചേരിയിലായി നരകത്തിൽ വെന്തെരിയുന്ന സാഹചര്യത്തിലേക്ക് നയിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ ശരിയായ തൗഹീദിൽ അടിയുറച്ച് മരണം വരെ നിലനിർത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത് ഈ തൗഹീദിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചൊക്കെയാണല്ലോ. സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. സുഹൃത്തേ, ഒരു കാലിലെ ചെറിയൊരു മുറിവ് ഒരാൾക്ക് വലിയ പ്രശ്നമായിരിക്കും. പക്ഷേ അയാളുടെ കൈ രണ്ടും ഒടിഞ്ഞിട്ടാണല്ലെങ്കിൽ കാലിലെ ചെറിയ മുറിവ് അയാൾക്ക് വലിയ പ്രശ്നമാവില്ല. ഇതുപോലെയാണ് പ്രശ്നങ്ങളിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ പ്രശ്നം അത് ശിർക്കാണ്. ശിർക്കാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയില്ലാതെ മറ്റു പാപങ്ങളൊക്കെ പുറത്തു തന്നേക്കാം, പക്ഷെ ശിർക്കിലായിക്കൊണ്ടൊരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. ഇനി ലക്ഷങ്ങളൊക്കെ മുടക്കി, നമ്മളെ സമയമൊക്കെ മുടക്കി, നമ്മളെ ഒരുപാട് മാൻ പവറൊക്കെ ചെലവാക്കി നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന ഇബാദത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബാത്തിലാണ്.
വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്ലേ, അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ച 1.25 ലക്ഷം പ്രവാചകന്മാരോട് അല്ല പറഞ്ഞ കാര്യം, നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ ബാത്തിലായി പോകും. അതിപ്പോ എന്തേ, ഞാൻ നോക്ക് വീട് വെച്ചു കൊടുത്തില്ലേ, ഞാൻ നോക്ക് ഡ്രസ്സ് കൊടുക്കണില്ലേ, പ്രതിമാസം 10,000 റുപ്യ കൊടുക്കണില്ലേ, പിന്നെ ഇപ്പൊ എന്താ, ഇപ്പൊ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു പെണ്ണിന്റെ കൂടെ അതിലിനും പോകേണ്ടി വിചാരിച്ചു ഓക്കെന്താ വല്ല ഛേദം എന്ന് ചോദിച്ചാൽ, അവൾക്ക് മാത്രം കൊടുക്കേണ്ടത് അവൾക്ക് മാത്രം വേണ്ടേ? അല്ലേ, നമുക്ക് വീട്ടിലെല്ലാ സൗകര്യവും ചെയ്തു തരുന്നതിന്റെ കൂടെ നമ്മുടെ ഇണകൾക്ക് വേറെ ഒരു സെറ്റിൽമെന്റ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ കണ്ട സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും സംവിധാനങ്ങളെല്ലാം നമുക്കൊരുക്കി തന്ന റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീൻ മാസി വല്ലാഹ്, അള്ളയല്ലാത്ത എല്ലാറ്റിനെയും പടച്ചവെന്ന് പറഞ്ഞാൽ പിന്നെ ഓന്റെ മേലൊരാളില്ല. മനസ്സിലല്ലേ, അള്ളയാണ് ഏറ്റവും അക്ബർ. അതിന്റെ താഴെയുള്ളതൊക്കെ പടച്ചോൻ പടച്ചതാണ്. അങ്ങനെ അങ്ങേയറ്റത്തെ കരുത്തിന്റെ ഒരു ഉടമസ്ഥനായി പടച്ചറബ് ഉണ്ടായിരിക്കുമ്പോൾ അവന് മാത്രമേ ആരാധിക്കാവൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ കൽപ്പനയായി, പ്രധാന കൽപ്പനയായി നൽകുമ്പോൾ അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഒന്ന് നരകം ശാശ്വതമാകാനുള്ള കാര്യമാണ്, സ്വർഗം നിഷിദ്ധമാകാനുള്ള കാര്യമാണ്, കർമ്മങ്ങൾ തകർക്കപ്പെടാനുള്ള കാര്യമാണ്. പിന്നെന്താ പറയുക, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു അറുതി, ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ ശിർക്കില്ലാത്തൊരു വിശ്വാസം വേണം. അന്ധവിശ്വാസിക്ക് സമാധാനം ഉണ്ടാവില്ല. മനസ്സിലല്ലേ, അന്ധവിശ്വാസിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇല്ലാത്ത പൈസ ഒരു കൂട്ടി ഒരു പെരണ്ടാക്കുമ്പോഴേ അതിൽ പകുതി പൈസ മൗലവിമാർക്ക് കൊടുക്കാനേ അവനുണ്ടാവുള്ളൂ. എന്തേ, പേടിയാണ്. ഓരെ വിളിച്ചാതെ, ഒരു ദിക്ർ നടത്താതെ, ഒരു ദുആ നടത്താതെ, ഒരു ഖുത്ബിയത്ത് റദ്ദാതെ, റാത്തീബ് നടത്താതെ, അല്ലെ, ഒരു സ്വലാത്ത് പരിപാടി നടത്താതെ ഇതിനെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ. ഒരു മുഅ്മിനെ പേടില്ലാന്ന്, മനസ്സിലായില്ലേ, ഒരു മുഅ്മിനെ പേടില്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. പടച്ചോ നമ്മളെ പറഞ്ഞു, എന്റെ കയ്യിൽ മറ്റേ കെട്ടുണ്ട്, അതല്ല നബി പറഞ്ഞേ, നമ്മളൊപ്പം പടച്ചുകൊണ്ടെന്ന് പറഞ്ഞു. ഒരു സമാധാനം കിട്ടണമെങ്കിൽ ശരിയായ ഈമാൻ വേണം. ആ ഈമാൻ തകർന്നാൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണെന്നാണ്. ആകാശത്ത് വീണവന്റെ അവസ്ഥ എന്തേക്കാരം? അവൻ എവിടെ എത്തിപ്പെടാൻ പറയാൻ പറ്റില്ല. എവിടെ എത്തിയാലും അവന്റെ ശരീരം ചിന്നിച്ചിതറും. ഒരുപക്ഷെ പക്ഷികൾ അവനെ റാഞ്ചിയെടുത്ത് കൊത്തിത്തുന്നു, അല്ലെങ്കിൽ കാറ്റവൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പാറയിലോ മലയിലോ കൊണ്ടുപോയി അടിച്ചിട്ട് അവന്റെ ശരീരം ഛിന്ന ഭിന്നമായി പോകും. ഇതുപോലെയാണ് ഈമാൻ ശരിയാകത്തുന്നത്. ഖുർആനിൽ അങ്കബൂത്തനൊരു ചാപ്റ്റർ ഉണ്ട്, അല്ലെ, 8 കാലി നന്ദി. എന്താണ് ഏറ്റവും അഹ്വനുൽ ബുയൂത്ത്, ഏറ്റവും ബലം കുറഞ്ഞ വീട് 8 കാലിന്റെ വീടാണ്. അതെന്തിനാ പഠിച്ചോ ഉദ്ധരിച്ചാൽ എനിക്ക് അള്ളാഹു ഒരു ശരിയായ വിശ്വാസമല്ലാത്തവന്റെ അവസ്ഥയാണത്. ഓന്റെ 8 കാലി വീടിന്റെ മൈരീകാരം ഓന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറഞ്ഞ തരങ്ങൾ, ഒരു വെള്ളപ്പാത്രത്തിന് എടുത്തുനിന്നിട്ട് ഒരാളിങ്ങനെ പറയണം, വെള്ളമേ എനിക്ക് ദാഹിക്കുന്നു, എന്റെ ദാഹം മാറ്റി തന്നാലും എന്നൊരാൾ കെഞ്ചിക്കൊണ്ടിരുന്നാലേ ഓ ഖിയാമത്ത് നാൾ വരെ കെഞ്ചിട്ടും കാര്യമില്ല, ആ വെള്ളം കിട്ടു വരൂല. ഇതുപോലെയാണ് അല്ലാത്ത ആരെ ആരാധിച്ചാൽ. എന്താ നബി മക്കക്കാരോട് പറഞ്ഞ്, മാ അഅബുദു മാ തഅബുദൂൻ, ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. എന്താ, മക്കക്കാർ അള്ളാനെ ആരാധിച്ചിരുന്നു. ഓലോടാ നബി പറഞ്ഞു, ഞാൻ ആരാധിക്കണ പടച്ചോനെ നിങ്ങൾ ആരാധിക്കണില്ല. അതിന് പണ്ഡിതന്മാരൊരു വിധി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ വിധി അറിയോ? ഒരാള് അള്ളാനെ ആരാധിക്കണതിനൊപ്പം ഈ പറയപ്പെട്ട കോലത്തിൽ മറ്റ് പല സംഗതികളും കൊണ്ടടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിധി അവൻ അള്ളാനെ ആരാധിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് നബി അങ്ങനെ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. മക്കക്കാർ അള്ളാനെ ആരാധിച്ചിട്ടും നിങ്ങൾ അള്ളാനെ ആരാധിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം അതാ, ശിർക്ക് വന്നോ പിന്നെ നമ്മൾ ആരാധനയല്ല. അതുകൊണ്ട് സൂക്ഷിക്കുക, പടച്ചോനല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കുക. ഇത് ശിർക്കാണ്. ഖുർആനിലോ ഹദീസിലോ ഒരു തേട്ടവും അള്ളാനോടല്ലാത്തില്ല. 2 തകിടുകളും ചരടുകളൊക്കെ ഒഴിവാക്കുക. 10 പേര് ബൈഅത്തിന് വന്നിട്ട് നബി ഒരാളെ ഒഴിവാക്കി. എന്തേ? ഓന്റെ കയ്യിൽ കെട്ടുണ്ടായിന്. കെട്ടുണ്ടായാലും എന്താ കുഴപ്പം? ചരടിലേക്ക്, അല്ലെ, ആ ദുർമന്ത്രത്തിലേക്ക്, അത് കെട്ടിയ ആളിലേക്കാണ് ഒരാളുടെ വിശ്വാസം പോണേ. ഒരു മുഅ്മിനായ മനുഷ്യൻ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിക്കുന്നു എന്നാ ബിസ്മിൻ ചെല്ലണം, കല്ലിടുക. വേറെ പരിപാടി അവിടെ അല്ല. മനസ്സിലായല്ലേ? ഒരു വാതിൽ കെട്ടിനൊരു പൂജ, വേറൊരു പൂജ, മറ്റൊരു പൂജ, അങ്ങനെയൊന്നുമില്ല. ധൈര്യം ഉണ്ടാക്കിയാൽ മതി. കന്നിമൂല നോക്കിയില്ലേ പ്രശ്നം, അല്ലെ? കാറ്റടിച്ചിട്ട് ടോയ്ലറ്റിലെ സ്മെല്ല് അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് നോക്കിക്കോളി. അല്ല കന്നിമൂലൊക്കെ ടോയ്ലറ്റ് വന്ന് വെച്ചാൽ ഒരു ചുക്കു സംഭവിക്കൂല. അങ്ങനെയാണ് ഈ പ്രളയത്തിൽ മുങ്ങിയ വീടൊക്കെ കന്നിമൂല നോക്കി ഉണ്ടാക്കിയൊക്കെ പൊങ്ങിക്കിടക്കണ്ടേ. അതുകൊണ്ട് അത്തരം അനാചാരങ്ങൾ, ദുർമന്ത്രണങ്ങൾ, തകിടുകൾ, ചരടുകൾ ഇതൊക്കെ ഒഴിവാക്കുക. ഒരു രോഗിയെ കാണാൻ പോയി ഈസ ബിൻ യൂനുസ്
ആ രോഗിയോട് ദഹൽത്തു അബ്ദുല്ലാഹിബ്നു ഹുക്കൈമിന് രോഗം ബാധിച്ച് അദ്ദേഹത്തിന്റെ അടുക്ക ചെന്നു. അദ്ദേഹം ചോദിക്കാണ്, അല തഅല്ലഖ് തമീമ, നിനക്ക് ഏലസ് കെട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നഅഊദു ബില്ലാഹി മിൻ ദാലിക്, അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. അൽ മൗതു അഖറബു മിൻ ദാലിക്, എന്റെ ശരീരത്തിൽ ഒരു ഏലസ് കെട്ടിനേക്കാൾ എനിക്ക് നല്ലത് ഈ രോഗം മുഖേന ഞാൻ മരിച്ചു പോകലാണ്. അവിടെ ഒരു കേന്ദ്രമുണ്ട്, അവിടെ പോയിക്കോളി എന്ന് പറയുമ്പോഴേ അതിനേക്കാൾ നല്ലത് മരിക്കലാണ് എന്നാണ് നമ്മുടെ സ്വഹാബത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു രോഗിയെ കാണാൻ ചെന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഏലസ് ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയണേ, നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല. അത്രയും ഗൗരവമാണ് ഏലസുകളും തകിടുകളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ റബ്ബല്ലാത്തവർക്ക് നേർച്ച നേരാ. ഈ മൊയ്തീൻ ശൈഖിന് ആട് നേർച്ച നേരാ പാടില്ല. മൻ ദബഹ ലിഗൈരില്ലാഹ് ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹുക്ക് പുറമെ അറുക്കുന്ന ആൾക്കാരെ അല്ലാഹ്ക്കേ അറുക്കാൻ പാടുള്ളൂ. ബലി അറുക്കുണ്ടോ അല്ലാഹ്ക്ക്, നേർച്ച നേരുണ്ടോ അല്ലാഹ്ക്ക്, അതല്ലാതെ ഒരാൾക്കും ചെയ്യാൻ പാടില്ല എന്നല്ല. പിന്നെ ഭാവി അറിയുന്ന കുറെ ആൾക്കാരെന്ന് വിശ്വസിച്ചിട്ട് അവരെ പോയി കണ്ടിട്ട് ഭാവി ചോദിക്കാം. ഖുൽ, നബിയെ പറ, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്, എനിക്ക് പോലും അറിയില്ല എന്റെ ജീവിതത്തിലെ ഉപദ്രവ കാര്യങ്ങളെക്കുറിച്ച്, അതിനെപ്പോലും ഞാൻ ഉടമപ്പെടുത്തുന്ന പറഞ്ഞ ആളാരാ? നബിയാണ്. നബിക്ക് പോലും അതിന് സിദ്ധിയില്ലെങ്കിൽ പിന്നെ അതിന്റെ താഴെയുള്ള ആൾക്കാർക്ക് എന്ത് സിദ്ധിയുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാ പറഞ്ഞ, മൻ അതാ അറാഫൻ ഫസഅലു അൻ ഷൈഇൻ ഫസദ്ദഖഹു ലം തുഖബൽ ലഹു സ്വലാത്തു 40 യൗമ, 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാണ്. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, അവൻ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഖുർആനിലും സുന്നത്തിലും കാഫിറായി പോയിരിക്കുന്നു എന്നാണ്. ആര്? ജോത്സ്യനെ, തങ്ങളെ, അങ്ങനത്തെ ചില കേന്ദ്രങ്ങളിൽ പോയിട്ട് കളഞ്ഞുപോയ സാധനം എവിടെയാണെന്നറിയാൻ, തന്റെ നല്ല ഭാവി അറിയാൻ ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ്. ജോലി നന്നാവൂലേ, ഇതൊക്കെ അയാൾക്കറിയാം. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അള്ളയാണ് അദൃശ്യമറിയുന്നവൻ. പ്രവാചകന്മാർക്ക് അള്ള അറിയിച്ചു കൊടുത്ത് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ ഒന്നും അറിയില്ല. പ്രവാചകന്മാർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് അറിയുമെന്ന് ആരാ നമ്മളോട് പറഞ്ഞത്? എന്ത് പ്രമാണമാണ് അതിനുള്ളത്? അതുകൊണ്ട് ശിർക്കാണതൊക്കെ, കുഫ്റാണതൊക്കെ. പിന്നെ ശകുനം, ഒരു ജന്തു പോയ ശകുനം, ഒരു ജന്തു ഒച്ചുണ്ടാക്കിയ ശകുനം, ദിവസത്തിന് ശകുനം, ഡേറ്റിന് ശകുനം, ഇതൊന്നും വിശ്വാസിക്കില്ല. മൻ റദ്ദത്ത് ഖുതീറ അൻ ഹാജതി ഫഖദ് അശ്റക, ഒരു കാര്യത്തിൽ നിന്ന് ഒരാളുടെ ശകുനം പേടിച്ചിട്ട് ഒരാൾ ഒരു കാര്യത്തിൽ നിന്ന് മാറിന്നാൽ അവൻ ശിർക്ക് ചെയ്തു. അപ്പൊ ഊച്ചൻ വിലങ്ങ് ഇഞ്ഞു പോകണ്ട, ഞാൻ ആളപ്പ് പറഞ്ഞാല് അവൻ ശിർക്ക് ചെയ്തു. പാടില്ല, സൂക്ഷ്മത കാണിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പടച്ചോനെ ഭയന്ന്, പടച്ചറബിൽ പ്രതീക്ഷ വെച്ച്, പടച്ചറബിനെ സ്നേഹിച്ച്, പടച്ചറബിനോട് മാത്രം ഏത് സാഹചര്യത്തിലും വിളിച്ചു പ്രാർത്ഥിച്ച്, കുടുംബത്തോടൊപ്പം ശിർക്കില്ലാതെ, ഖുറാഫാത്തില്ലാതെ, അന്ധവിശ്വാസങ്ങളില്ലാതെ പടച്ചറബിനെ അറിഞ്ഞു മനസ്സിലാക്കി ഉൾക്കൊണ്ട് വിശ്വസിച്ച് ചോദിക്കാനുള്ളതൊക്കെ അവനോട് ചോദിച്ച്, ഭരമേൽപ്പിക്കാനുള്ളതൊക്കെ അവനിൽ ഭരമേൽപ്പിച്ച്, ഏത് ഘട്ടത്തിലും എന്നെ സഹായിക്കാൻ എന്റെ റബ്ബുണ്ട് എന്ന പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുയുടെ ഖബറിനെ സ്വർഗമാക്കുമാറാവട്ടെ. നമ്മിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് നൽകിയിട്ടുള്ള ആളുകളുണ്ട്. പിഞ്ചുകുട്ടികളടക്കം ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, കിഡ്നി പേഷ്യൻസ്, അങ്ങനെ കുറേ ആളുകൾ പ്രത്യേകം ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗം പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മെ തൊട്ട് നടുക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് ഏറ്റവും നല്ല ഒരു നിമിഷത്തിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന സമാധാനവും ജനാധിപത്യവും ഊട്ടിയുറപ്പിക്കാൻ പറ്റിയ ഒരു ഭരണകൂടത്തെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എല്ലാറ്റിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അതിന്റെ അനന്തരഫലങ്ങളും അതിന്റെ ആസാറുകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരികയും തടഞ്ഞുവെക്കുകയും ചെയ്യുമാറാവട്ടെ. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. സമയം നമ്മുടെ ആയുസ്സാണ്. തീർന്നു പോകുന്ന ഈ ആയുസ്സിനെ പരമാവധി പരലോകത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൽമും ഈമാനും തഖ്വയും ഇഖ്ലാസും അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളിൽ നാം ഭയക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അവരെ തൊട്ട് തടുക്കുമാറാവട്ടെ. അവരിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അള്ളാഹു അവരെ അടുപ്പിക്കുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.